السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു നമുക്ക് നൽകിയ അവന്റെ വലിയ ഒരു അനുഗ്രഹത്തിൽപ്പെട്ടതാണ് ഖനാഅത്ത് ഉണ്ടാവുക എന്നുള്ളത്. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഖനാഅത്ത് ഉണ്ടാവണം. ഖനാഅത്ത് എന്താണ്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുന്ന മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സമുദായത്തിലും നമ്മുടെ ഐഹികമായ ജീവിതത്തിൽ ഇന്നത്തെ ഈ കാലഘട്ടം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ദുരഭിമാനത്തിന്റെ പേരിൽ അതിങ്ങനെ പടർന്ന് പിടിക്കുന്ന ഒരു വൈറസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ, നമ്മളെക്കാൾ വലിയ കാശുള്ളവർ, സമ്പത്തുള്ളവർ, അവർ എങ്ങനെയാണോ വീട് വെച്ചത് അതുപോലെ വീട് വെക്കാൻ വേണ്ടി നമ്മൾ കടം വാങ്ങിയോ, അതുപോലെ തന്നെ വായ്പ വാങ്ങിയോ, പലിശ വാങ്ങിയോ നമ്മൾ വീടുണ്ടാക്കുന്നു. അതുപോലെ നമ്മളെക്കാൾ ധനികനായ ആളുകൾ വാഹനം വാങ്ങുമ്പോൾ അതിനേക്കാൾ ഏറെ പ്രൗഢിയുള്ള വാഹനം വാങ്ങാൻ നമ്മൾ സജ്ജമാകുന്നു. അതിനുവേണ്ടി കടവും പലിശക്കും നമ്മൾ വാഹനം വാങ്ങുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ തന്നെ മകളെങ്ങനെ കെട്ടിക്കുമ്പോൾ അതിനേക്കാൾ ഏറെ ആഡംബരത്തോടു കൂടി നമ്മൾ നമ്മുടെ മക്കളെ കെട്ടിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാവേണ്ടതാണ് ഖനാഅത്ത്, അതായത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളത്. നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ടല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോവേണ്ടത്. നമ്മളെക്കാൾ ഉയർന്നു നിൽക്കുന്ന, നമ്മളെക്കാൾ സമ്പത്ത് കൊണ്ട് അല്ലാഹു ഐശ്വര്യം ചെയ്ത ആളുകളിലേക്ക് നോക്കിക്കൊണ്ട് റബ്ബേ എനിക്കിതൊന്നും കിട്ടിയില്ലല്ലോ, എനിക്ക് ഇദ്ദേഹം ഉണ്ടാക്കിയ വീട് പോലൊന്നും വീടുണ്ടാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ജീവിതം നമ്മൾ തള്ളി നീക്കേണ്ടവരല്ല. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് വലാ തമൂതന്ന ഐനൈക ഇലാ മാ മതഅന ബിഹി അസ്വാജം മിൻഹും സദറത്തുൽ ഹയാത്തിദ് ദുനിയാ. അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് പറയുകയാണ്, മനുഷ്യ മറ്റുള്ള ധനികനായ ആളുകളിലേക്ക്, ഈ ലൗകികമായ ജീവിതത്തിൽ ഞാൻ ധാരാളം സമ്പത്ത് കൊടുത്ത ആളിലേക്ക് നോക്കിക്കൊണ്ട് നീ നിന്റെ ജീവിതം വെറുതെ തള്ളി നീക്കരുത്, അതിലേക്ക് കണ്ണു നട്ടിരിക്കരുത്. അത് ഞാൻ അവരെ പരീക്ഷിക്കാൻ വേണ്ടി കൊടുത്തതാണ്, നിനക്ക് ഹൈറായി ഞാൻ തന്നിട്ടുണ്ടെന്ന് അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ അല്ലാഹു നൽകിയത് അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിക്കുക. അതാണ് ഏക പോംവഴി. നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. അത് കരുതി പണിക്കൊന്നും പോവാതെ റബ്ബ് ഇങ്ങനെ തന്നിട്ടുള്ളൂ എന്ന് മടിയന്മാരായി ജീവിക്കാനല്ല, ഉള്ളത് കൊണ്ട് ഖനാഅത്തോടു കൂടി ജീവിക്കണമെന്നാണ് അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല നമ്മളെക്കാൾ ധനികനായ ആളുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് വിശുദ്ധമായ ഇസ്രാ സൂറത്തിലെ 30-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മോട് പറയുന്നത് ഇന്ന റബ്ബക യബ്സുതു റിസ്ഖ ലിമൻ യശാ വ യഖ്ദിർ. അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അവൻ ധനം കൊടുക്കും, അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അവൻ സമ്പാദ്യം കൊടുക്കും. ഈ ഭൂമിയിലെ സകലമായ സൗകര്യങ്ങളും അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അവൻ കൊടുക്കും. അതുപോലെ തന്നെ അല്ലാഹു ഉദ്ദേശിച്ച ആളുകളെ അല്ലാഹു ചുരുക്കുകയും ചെയ്യും. ധനം കൊണ്ടും സമ്പത്ത് കൊണ്ടും മുതൽ കൊണ്ടും അല്ലാഹു ഉദ്ദേശിച്ച ആളുകളെ അല്ലാഹു ചുരുക്കി പരീക്ഷിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നമ്മോട് പറയുകയാണ്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കളെയൊക്കെ വരവിനനുസരിച്ച് ചെലവഴിച്ച് ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കണം. നമ്മുടെ ഈ അടുത്ത ദിവസമാണ് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സ്ഥലത്ത് റീചാർജ് ചെയ്യാൻ പൈസ തികയാത്തതിന്റെ പേരിൽ ഒരു പിഞ്ചോമനമോൾ ആത്മഹത്യ ചെയ്തത്. അതെന്താണ്? നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടവർ രക്ഷിതാക്കളായ നാം ഓരോരുത്തരും നമ്മുടെ മക്കളെ നമ്മുടെ വരവിനനുസരിച്ച് ചെലവഴിച്ച് ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത് ഉംറു ഇലാ മൻ വഅസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ വഫൗഖകും. നിങ്ങൾ ഭൗതികമായ ലൗകികമായ ജീവിതത്തിൽ നിങ്ങളെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കുക. ഭൗതികമായ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളെക്കാൾ താഴ്ന്ന ആളുകളിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി ജീവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു നേരം കിടന്നുറങ്ങാൻ സ്വന്തമായി വീടില്ലാതെ കടത്തിണ്ടങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും വഴിയോരങ്ങളിലും കിടക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അവരിലേക്കാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമ്പാദ്യമില്ല, നമുക്കിതൊന്നുമില്ല ഇത് തോന്നുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഭൗതികമായ ജീവിതത്തിൽ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്കാണ് നോക്കേണ്ടത്. നിങ്ങൾ നിങ്ങളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കരുത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്ത്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ മറന്നു പോകുമെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതാണ് ഖനാഅത്ത്. റബ്ബേ എനിക്ക് നീ ഇതുള്ളൂ നിശ്ചയിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ അതിൽ തൃപ്തിയാണ്. അതുകൊണ്ടാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പാടിയത് ഇദാ മാ കുന്ത ദാ ഖൽബിൻ ഖുനൂഇ ഫഅൻത വമാലികുദ് ദുനിയാ സവാഉ. ഈ ലോകം തന്നെ അടക്കി ഭരിക്കുന്ന രാജാവും അതുപോലെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് നിനക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം നിനക്കുമുണ്ടെങ്കിൽ ഈ ലോകം തന്നെ അടക്കി ഭരിക്കുന്ന രാജാവും നീയും സമമാണ് എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഉള്ളതിനനുസരിച്ച് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അല്ലെങ്കിൽ പലിശ വാങ്ങി ആ പലിശ നീട്ടാൻ കഴിയാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ട, ജീവിതം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ദാമ്പത്യ ജീവിതമായിക്കൊള്ളട്ടെ, കുടുംബ ജീവിതമായിക്കൊള്ളട്ടെ, എന്ത് മറ്റുള്ള ആളുകൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതിനേക്കാൾ ഒന്നും കൂടി ഉഷാറായി ജീവിക്കണം. അതിനെന്ത് പൈസ നമ്മൾ പലിശക്ക് വാങ്ങിയിട്ടാണെങ്കിലും വേണ്ടില്ല, വായ്പ വാങ്ങിയിട്ടാണെങ്കിലും വേണ്ടില്ല, അതിന് മറ്റുള്ളവരെ തട്ടിപ്പറിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും ഇതൊന്ന് ഉഷാറാവണം എന്നുള്ള ചിന്ത നമ്മൾ ഓരോരുത്തരും ഒഴിവാക്കണം. എപ്പോഴും നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം ഖനാഅത്തുള്ള ഹൃദയമായിരിക്കണം. അതുപോലെ തന്നെ അല്ലാഹുവിനെ എപ്പോഴും ശുക്ർ ചെയ്യുന്ന ഹൃദയമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഹൃദയമായി നമ്മുടെ ഹൃദയം അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. ഉള്ളതനുസരിച്ച് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തന്ന ഇൽമിൽ, തന്ന നമ്മുടെ മുതലിൽ അല്ലാഹു ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കഷ്ടപ്പെട്ടുകൊണ്ട് മറ്റുള്ളവന്റെ മുമ്പിൽ യാചിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയെ തൊട്ട് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ.